ഇപ്പോഴത്തെ നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ കഴിഞ്ഞകാല ചിന്തകളുടെ പ്രതിഫലനമാണ്. അതിൽ മഹത്തായ കാര്യങ്ങളും അത്ര തന്നെ മഹത്തരമില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങളും ഉൾപ്പെടും. നിങ്ങൾ എന്തിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നുവോ അതിനെ നിങ്ങൾ ആകർഷിക്കും എന്നുള്ളതുകൊണ്ട് ജീവിതത്തിലെ ഓരോ വിഷയത്തെക്കുറിച്ചും നിങ്ങളുടെ പ്രമുഖ ചിന്ത എന്തായിരുന്നു എന്നറിയാൻ പ്രയാസമില്ല. കാരണം അതുതന്നെ ആയിരിക്കും നിങ്ങൾ അനുഭവിച്ചത് ഇത്രയും കാലം. ഇപ്പോൾ നിങ്ങൾ രഹസ്യം പഠിക്കുകയാണ്. ഈ അറിവ് കൊണ്ട് നിങ്ങൾക്ക് എല്ലാം മാറ്റാൻ കഴിയും. നിങ്ങൾ അത് മനസ്സിൽ കാണുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കയ്യിൽ വരികയും ചെയ്യും. നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് എന്നതിനെക്കുറിച്ച് മനസ്സിൽ ചിന്തിക്കാൻ കഴിഞ്ഞാൽ, അതിനെ നിങ്ങളുടെ പ്രബല ചിന്തയാക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾക്കത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും. ഈ തത്വത്തെ നമുക്ക് 3 വാക്കുകളിൽ ചുരുക്കി പറയാം: ചിന്തകൾ വസ്തുക്കളായി മാറും. അതിശക്തമായ ഈ നിയമത്തിലൂടെ നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ ജീവിതത്തിലെ യഥാർത്ഥ വസ്തുക്കളായി മാറുന്നു. നിങ്ങളുടെ ചിന്തകൾ വസ്തുക്കളായി മാറുന്നു. ഇത് നിങ്ങൾ നിങ്ങളോട് തന്നെ പറയുക. അത് നിങ്ങളുടെ പ്രതിജ്ഞയിലും അവബോധത്തിലും അലിഞ്ഞു ചേരട്ടെ. നിങ്ങളുടെ ചിന്തകൾ വസ്തുക്കളാകുന്നു. ചിന്തകൾക്ക് ഒരു തരംഗദൈർഘ്യമുണ്ട് എന്നത് പലർക്കും മനസ്സിലാവാത്ത കാര്യമാണ്. ചിന്തകളെ നമുക്ക് അളക്കാൻ കഴിയും. നിങ്ങൾ ഒരു ചിന്ത മനസ്സിൽ വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരുന്നാൽ, ഒരു പുതുപുത്തൻ കാർ നിങ്ങൾ സ്വന്തമാക്കിയതായി, ആഗ്രഹിച്ചത്ര പണം കയ്യിലുള്ളതായി, നിങ്ങളുടെ സ്വപ്ന സ്ഥാപനം പടുത്തുയർത്തുന്നതായി, ജീവിത പങ്കാളിയെ കണ്ടെത്തിയതായി എല്ലാം നിങ്ങൾ മനസ്സിൽ സങ്കല്പിക്കുകയാണെങ്കിൽ നിങ്ങൾ സ്ഥിരമായി ഒരു തരംഗം പ്രസരിപ്പിക്കുകയാണ്. ചിന്തകൾ ഒരു കാന്തിക പ്രഭാവം പ്രസരിപ്പിക്കുന്നു. അത് സമാനമായവയെ നിങ്ങളിലേക്ക് അടുപ്പിക്കുന്നു. പ്രബലമായ ചിന്ത അല്ലെങ്കിൽ മാനസിക നിലപാട് ആണ് കാന്തം. സമാനമായവ തമ്മിൽ ആകർഷിക്കും എന്നാണ് നിയമം. തൽഫലമായി മാനസിക നിലപാട് അനിവാര്യമായും അതിൻ്റെ സ്വഭാവത്തോട് പൊരുത്തപ്പെടുന്ന സാഹചര്യങ്ങളെ ആകർഷിക്കും. ചിന്തകൾക്ക് കാന്തിക ശക്തിയുണ്ട്. ചിന്തകൾക്ക് ഒരു തരംഗദൈർഘ്യമുണ്ട്. നിങ്ങൾ ചിന്തിക്കുമ്പോൾ ആ ചിന്തകൾ പ്രപഞ്ചത്തിലേക്ക് പ്രക്ഷേപണം ചെയ്യപ്പെടുന്നു. അവ അതേ തരംഗദൈർഘ്യത്തിലുള്ള സമാനമായ കാര്യങ്ങളെ കാന്തിക ശക്തിയോടെ ആകർഷിക്കും. പുറത്തേക്ക് അയക്കുന്നതെല്ലാം ഉത്ഭവസ്ഥാനത്തേക്ക് തിരിച്ചു വരും. ഉത്ഭവസ്ഥാനം എന്നത് നിങ്ങളാണ്. നമുക്ക് ഇതിനെ ഈ രീതിയിൽ കാണാം. ഒരു ടെലിവിഷൻ സ്റ്റേഷനിലെ ടവർ ഒരു പ്രത്യേക തരംഗദൈർഘ്യത്തിൽ പ്രക്ഷേപണം ചെയ്യുന്നു. അത് നിങ്ങളുടെ ടെലിവിഷനിൽ ചിത്രങ്ങളായി പരിണമിക്കുന്നു. എങ്ങനെയാണത് പ്രവർത്തിക്കുന്നതെന്ന് മിക്കവർക്കും അറിയില്ല. ഓരോ ചാനലിലും ഓരോ തരംഗദൈർഘ്യമുണ്ടെന്നും ആ തരംഗദൈർഘ്യത്തിലേക്ക് നമ്മൾ ട്യൂൺ ചെയ്താൽ ആ ചാനലിലെ ചിത്രങ്ങൾ നമ്മളുടെ ടെലിവിഷനിൽ കാണാമെന്നും നമുക്കറിയാം. ചാനൽ മാറ്റിക്കൊണ്ട് നമ്മൾ തരംഗദൈർഘ്യം തിരഞ്ഞെടുക്കും. അപ്പോൾ നമുക്ക് ആ ചാനലിൽ പ്രക്ഷേപണം ചെയ്യുന്ന ചിത്രങ്ങൾ ലഭിക്കുന്നു. മറ്റൊരു ചിത്രമാണ് കാണേണ്ടതെങ്കിൽ നമുക്ക് ചാനൽ മാറ്റി മറ്റൊരു തരംഗദൈർഘ്യത്തിലേക്ക് ട്യൂൺ ചെയ്യാം. നിങ്ങൾ ഒരു മനുഷ്യ പ്രക്ഷേപണ ടവറാണ്. ഈ ഭൂമിയിൽ ഉണ്ടാകപ്പെടുന്ന ഏത് ടെലിവിഷൻ ടവറിനേക്കാളും ശക്തി നിങ്ങൾക്കുണ്ട്. ഈ പ്രപഞ്ചത്തിലെ തന്നെ ഏറ്റവും ശക്തി കൂടിയ പ്രക്ഷേപണ ടവറാണ് നിങ്ങൾ. നിങ്ങളുടെ പ്രക്ഷേപണമാണ് നിങ്ങളുടെ ജീവിതത്തെ നിർമ്മിക്കുന്നതും ഈ ലോകം സൃഷ്ടിക്കുന്നതും. നിങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്ന തരംഗങ്ങൾ നഗരങ്ങൾ കടന്ന്, രാജ്യങ്ങൾ കടന്ന്, ലോകത്തെ തന്നെ കടന്നു പോകുന്നു. അത് ഈ പ്രപഞ്ചത്തിലാകെ പ്രതിധ്വനിക്കുന്നു. ആ തരംഗങ്ങളെ നിങ്ങൾ നിങ്ങളുടെ ചിന്തകളിലൂടെയാണ് പ്രക്ഷേപണം ചെയ്യുന്നത്. നിങ്ങളുടെ ഈ ചിന്തകൾ പ്രക്ഷേപണം ചെയ്യുന്നതിലൂടെ ലഭിക്കുന്ന ദൃശ്യങ്ങൾ നിങ്ങളുടെ ടെലിവിഷൻ സ്ക്രീനിലല്ല കാണുക. അവ നിങ്ങളുടെ ജീവിതത്തിന്റെ ദൃശ്യങ്ങളാണ്. നിങ്ങളുടെ ചിന്തകൾ തരംഗങ്ങൾ സൃഷ്ടിക്കുന്നു. അവ അതേ തരംഗദൈർഘ്യത്തിലുള്ള സമാനമായവയെ ആകർഷിക്കുന്നു. അവ നിങ്ങളുടെ ജീവിതത്തിന്റെ ദൃശ്യങ്ങളായി തിരികെ പ്രക്ഷേപണം ചെയ്യപ്പെടുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചിന്തകളിൽ മാറ്റം വരുത്തിക്കൊണ്ട് പ്രക്ഷേപണത്തിന്റെ ചാനൽ മാറ്റുക, തരംഗദൈർഘ്യം മാറ്റുക. മാനസിക ശക്തിയുടെ സ്പന്ദനങ്ങളാണ് ഏറ്റവും ശ്രേഷ്ഠം. അതുകൊണ്ട് തന്നെ അവ ലോകത്തിലെ ഏറ്റവും ശക്തമായ സ്പന്ദനങ്ങളാണ്. നിങ്ങൾ സമൃദ്ധിയിൽ ജീവിക്കുന്നതായി സങ്കല്പിക്കുക. അപ്പോൾ സമൃദ്ധിയെ നിങ്ങൾ ആകർഷിക്കും. എപ്പോഴും ആർക്കും ഇത് സാധ്യമാകും. നിങ്ങൾ സമ്പൽ സമൃദ്ധിയിൽ ജീവിക്കുന്നതായി സ്വയം സങ്കല്പിക്കുമ്പോൾ ആകർഷണ നിയമത്തിലൂടെ നിങ്ങൾ ബോധപൂർവം നിങ്ങളുടെ ജീവിതം രൂപപ്പെടുത്തുകയാണ്. ഇത് വളരെ എളുപ്പമാണ്. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം ഉയർന്നു വരും: എന്തുകൊണ്ടാണ് എല്ലാവർക്കും അവർ സ്വപ്നം കാണുന്ന ജീവിതം നേടാൻ കഴിയാത്തത്? തിന്മയ്ക്ക് പകരം നന്മയെ ആകർഷിക്കുക. ഇവിടെയാണ് പ്രശ്നം. മിക്കവാറും ആളുകൾ ചിന്തിക്കുന്നത് അവർക്ക് വേണ്ട എന്നാഗ്രഹിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ്. എന്നിട്ട് എന്തുകൊണ്ടാണവ വീണ്ടും വീണ്ടും സംഭവിക്കുന്നത് എന്ന് അവർ അത്ഭുതപ്പെടും.
ആളുകൾക്ക് അവർ വേണമെന്നാഗ്രഹിക്കുന്ന കാര്യങ്ങൾ ലഭിക്കാത്തതിൻ്റെ ഒരേ ഒരു കാരണം അവർ വേണമെന്നാഗ്രഹിക്കുന്ന കാര്യങ്ങളെക്കാൾ വേണ്ട എന്നാഗ്രഹിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് കൂടുതൽ ചിന്തിക്കുന്നത് എന്നതാണ്. നിങ്ങളുടെ ചിന്തകളെ ശ്രദ്ധിക്കുക. നിങ്ങൾ പറയുന്ന വാക്കുകളെ ശ്രദ്ധിക്കുക. ഈ നിയമം പരിപൂർണവും കുറ്റമറ്റതുമാണ്. ഒരിക്കലും പിഴയ്ക്കില്ല. മാരകമായ പ്ലേഗിനേക്കാൾ രൂക്ഷമായ, മാനവരാശി ഇന്നോളം കണ്ടിട്ടുള്ളതിൽ വച്ച് ഏറ്റവും മോശമായ ഒരു മഹാവ്യാധി നൂറ്റാണ്ടുകളായി ഇവിടെ പടരുന്നുണ്ട്. അതാണ് എനിക്ക് വേണ്ട എന്ന് പറയുന്ന മഹാവ്യാധി. ആളുകൾ അവർക്ക് വേണ്ടാത്തതിനെക്കുറിച്ച് ചിന്തിക്കുകയും സംസാരിക്കുകയും പ്രവർത്തിക്കുകയും അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയുമൊക്കെ ചെയ്യുന്നതിനാൽ ഈ മഹാവ്യാധി ഇവിടെ സജീവമായി നിലനിൽക്കുന്നു. പക്ഷേ ഈ തലമുറ ചരിത്രം തിരുത്തിയെഴുതാൻ പോകുകയാണ്. കാരണം നമുക്ക് ഈ രോഗത്തിൽ നിന്നും മുക്തി നേടാനുള്ള അറിവ് ലഭിച്ചിരിക്കുന്നു. അത് നിങ്ങളാണ് തുടങ്ങേണ്ടത്. വേണം എന്നാഗ്രഹിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്യാൻ തുടങ്ങുന്നതിലൂടെ നിങ്ങൾക്ക് ഈ പുതിയ ചിന്താ പദ്ധതിയുടെ വഴികാട്ടിയാവാൻ കഴിയും. നിങ്ങൾ ഒരു കാര്യത്തെ നല്ലതെന്നാണോ മോശമെന്നാണോ നിരീക്ഷിക്കുന്നത് എന്നത് ആകർഷണ നിയമം പരിഗണിക്കുന്നില്ല. നിങ്ങൾ വേണം എന്നാഗ്രഹിക്കുന്നുവോ വേണ്ട എന്നാഗ്രഹിക്കുന്നുവോ എന്നതും പ്രശ്നമല്ല. അത് നിങ്ങളുടെ ചിന്തകളോട് പ്രതികരിക്കും. ഒരു കടബാധ്യതയുടെ കൂമ്പാരത്തെ നോക്കി നിങ്ങൾ വല്ലാതെ വേവലാതി അനുഭവിക്കുന്നുവെങ്കിൽ അതാണ് പ്രപഞ്ചത്തിലേക്ക് നിങ്ങൾ അയക്കുന്ന സിഗ്നൽ. ഞാൻ വന്നുപെട്ടിരിക്കുന്ന ഈ കടബാധ്യതയെക്കുറിച്ചോർത്ത് ഞാൻ വല്ലാതെ വിഷമിക്കുന്നു. നിങ്ങൾ അത് സ്വയം പറഞ്ഞുറപ്പിക്കുകയാണ്. നിങ്ങളുടെ അസ്തിത്വത്തിന്റെ ഓരോ തലത്തിലും നിങ്ങൾ അതനുഭവിക്കുകയാണ്. അതുകൊണ്ട് അതുതന്നെ ആയിരിക്കും ഇനിയും കൂടുതൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ആകർഷണ നിയമം പ്രകൃതിയുടെ നിയമമാണ്. അത് സർവസമാനമാണ്. അത് നല്ലതെന്നോ ചീത്തയെന്നോ വേർതിരിച്ച് കാണുന്നില്ല. അത് നിങ്ങളുടെ ചിന്തകളെ സ്വീകരിക്കുകയും നിങ്ങളുടെ ജീവിതാനുഭവങ്ങളായി നിങ്ങളിലേക്ക് പ്രതിഫലിപ്പിക്കുകയും ചെയ്യും. ലളിതമായി പറഞ്ഞാൽ, നിങ്ങൾ എന്തിനെക്കുറിച്ചാണോ ചിന്തിക്കുന്നത് അത് ആകർഷണ നിയമം നിങ്ങൾക്ക് എത്തിച്ചു തരും. ആകർഷണ നിയമം വളരെ അനുസരണശീലമുള്ളതാണ്. നിങ്ങൾ വേണമെന്നാഗ്രഹിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുകയും പൂർണ്ണ മനസ്സോടെ അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുമ്പോൾ എല്ലായ്പ്പോഴും ആകർഷണ നിയമം കൃത്യമായും നിങ്ങൾ ആകർഷിക്കുന്നത് നിങ്ങൾക്ക് തരും. നിങ്ങൾ വേണ്ട എന്നാഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്ക് മനസ്സ് കേന്ദ്രീകരിക്കുമ്പോൾ ഞാൻ വൈകിയെത്താൻ ആഗ്രഹിക്കുന്നില്ല എന്ന് നിങ്ങൾ പറയുന്നത് ആകർഷണ നിയമം ശ്രദ്ധിക്കുകയില്ല. അത് നിങ്ങൾ എന്തിനെക്കുറിച്ച് പറയുന്നുവോ അതിനെ സാക്ഷാത്കരിക്കുന്നു. അതുകൊണ്ട് അത് വീണ്ടും വീണ്ടും സംഭവിക്കുന്നു. ആകർഷണ നിയമത്തിന് വേണം എന്ന ആഗ്രഹം അല്ലെങ്കിൽ വേണ്ട എന്ന ആഗ്രഹം എന്ന വിവേചനമില്ല. നിങ്ങൾ എന്തിലെങ്കിലും മനസ്സ് കേന്ദ്രീകരിക്കുമ്പോൾ അത് എന്തുതന്നെ ആകട്ടെ അതിനെ നിങ്ങൾ സാക്ഷാത്കരിക്കുകയാണ് ചെയ്യുന്നത്.